ഓണച്ചന്തകളിൽ സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി കൺസ്യൂമർ ഫെഡ്. പഞ്ചസാര ഉൾപ്പെടെ 4 ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈകോ വില കൂട്ടിയപ്പോഴാണ് കൺസ്യൂമർ ഫെഡ് പഴയ നിരക്ക് തുടരുന്നത്. സപ്ലൈകോ ഓണം മേളയിൽ 36 രൂപ വിലയുള്ള പഞ്ചസാര 27 രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണിയിൽ വിൽക്കുന്നത്. ഹോൾസെയിൽ വിപണിയിലെ വിലക്കയറ്റം മൂലം വില കൂട്ടിയെന്ന് സപ്ലൈകോ പറയുമ്പോഴാണ് അതേ ഹോൾസെയിൽ വിപണിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. ചില ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം ഇങ്ങനെയാണ്. സപ്ലൈകോയിൽ മട്ട അരിയുടെ വില 33 രൂപയാണ്. അതേ മട്ടയരിക്ക് കൺസ്യൂമർ ഫെഡിലെ വില 30 രൂപയും. പഞ്ചസാരയ്ക്ക് 9 രൂപയുടെ വ്യത്യാസമാണുള്ളത്. കൺസ്യൂമർ ഫെഡിൽ നിന്നും 27 രൂപയ്ക്ക് വാങ്ങുന്ന പഞ്ചസാരയ്ക്ക് സപ്ലൈകോയിൽ കിലോയ്ക്ക് 35 രൂപ നൽകണം. കൺസ്യൂമർ ഫെഡിലെ തുവരപ്പരിപ്പിന്റെ വില 111 ആണ്. സപ്ലൈകോ വില 115. അതായത് വിലക്കയറ്റം പറഞ്ഞ് സപ്ലൈകോ കൂട്ടിയ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് വിൽക്കുന്നത് പഴയ സബ്സിഡി വിലയ്ക്ക് തന്നെ. സപ്ലൈകോയെക്കാളും വില കുറച്ച് കിട്ടുന്ന അത് ഡിപ്പെൻസ് ആണ്. ഓരോ സമയത്ത് ഉണ്ടാകുന്ന ടെൻഡറിങ്ങിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് പർച്ചേസിങ്ങിൻ്റെ മോഡ് അനുസരിച്ചാണ് ആ വില വേരിയേഷൻ വരുന്നത്. ഇപ്പം മാർക്കറ്റിൽ പൊതുവെ വിപണിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ വർധനവ് മുമ്പേ തന്നെ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ട് വില കുറച്ച് വിൽക്കുവാൻ കൺസ്യൂമർ ഫെഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാരിൽ നിന്ന് സ്ഥിരമായി സബ്സിഡി ലഭിക്കുന്ന സ്ഥാപനമാണ് ഭക്ഷ്യവകുപ്പിന് കീഴിലെ സപ്ലൈകോ. സഹകരണ വകുപ്പിന് കീഴിലെ കൺസ്യൂമർ ഫെഡിനാകട്ടെ ഉത്സവ ചന്തകളുടെ കാലത്ത് മാത്രമാണ് സബ്സിഡി ലഭിക്കുക. പർച്ചേസ് വില കൂടിയതിനെ തുടർന്ന് സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് അടുത്തിടെയാണ്. എന്നാൽ പഴയ നിരക്കിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നൽകിയാൽ മതിയെന്നാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിന് നൽകിയ നിർദ്ദേശം. രണ്ടിടത്തെയും വില തമ്മിലുള്ള വ്യത്യാസം സപ്ലൈകോയുടെ വില കൂട്ടിയതിനുള്ള ന്യായീകരണം തള്ളിക്കളയുന്നതാണ്. റിപ്പോർട്ട് തിരുവനന്തപുരം.